CPM സംസ്ഥാന കമ്മിറ്റിയുടെ മുൻ ആസ്ഥാനമായ AKG പഠന ഗവേഷണ കേന്ദ്രം ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. കേരള സർവകലാശാലയുടെ ഭൂമി കയ്യേറിയെന്നാണ് ഹർജി. പുറമ്പോക്ക് ഭൂമിയടക്കം 55 സെന്റ് ഭൂമി CPM കൈവശപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. ബിനിൽ ഹൈക്കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകും. ബിനിൽ, ഇപ്പോൾ CPMന് പുതിയ പാർട്ടി ഓഫീസായിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു ഹർജി നൽകുന്നത് ആരാണ്? ഇതിന് മുൻപൊന്നും ഇങ്ങനെ ഹർജി വരികയും ചെയ്തിട്ടില്ല. എന്താണ് ഹർജിയിൽ പറയുന്നത്? അക്ഷയ, CPMന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെന്ററിനെതിരെ നേരത്തെയും അതിന്റെ ഭൂമി സംബന്ധിച്ച ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നതാണ്. ഇപ്പോൾ ആ ഭൂമി ഒഴിപ്പിക്കണം, ലാൻഡ് ഗ്രാബ് ചെയ്തിരിക്കുകയാണ് CPM മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് എന്ന ആരോപണവുമായി കേരള സർവകലാശാലയുടെ മുൻ ജോയിന്റ് രജിസ്ട്രാർ കൂടിയായിട്ടുള്ള RS ശശികുമാറാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജിയിൽ പ്രധാനമായും ആരോപിക്കുന്നത് ഈ AKG സെന്റർ, അതായത് പഴയ CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടം, അത് യൂണിവേഴ്സിറ്റിയുടെ ഭൂമിയിൽ, കേരള സർവകലാശാലയ്ക്ക് മഹാരാജാവ് നൽകിയ ഭൂമിയിലാണ് അത് പ്രവർത്തിക്കുന്നത് എന്നതാണ്. മറ്റ് ഒരു രേഖയുമില്ലാതെ സർവകലാശാലയുടെ ഭൂമി കയ്യേറിയിരിക്കുന്നു എന്നതാണ് ഹർജിക്കാരന്റെ ആരോപണം. അതോടൊപ്പം തന്നെ പുറമ്പോക്കടക്കം 55 സെന്റ് ഭൂമി CPMന്റെ പഴയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ്, ഇപ്പോൾ അവിടെ AKG പഠന ഗവേഷണ കേന്ദ്രമാണ് പ്രവർത്തിക്കുന്നത്. ആ കെട്ടിടം നിൽക്കുന്ന 55 സെന്റ് സ്ഥലവും കയ്യേറ്റ ഭൂമിയിലാണ് എന്നാണ് ഹർജിക്കാരന്റെ ആരോപണം. അങ്ങനെ ആ കയ്യേറ്റ ഭൂമിയിലുള്ള ഇത് പൂർണ്ണമായും ഒഴിപ്പിക്കണം. ഇത് സർവകലാശാലയ്ക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്. സർവകലാശാലയ്ക്ക് ഇത് ഒരു തരത്തിലും ഒരു പാർട്ടി ഓഫീസിലേക്ക് കൈമാറാൻ കഴിയില്ല. അങ്ങനെ ഒരു സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇത് കൈക്കലാക്കി വെച്ചിരിക്കുകയാണ് എന്നതാണ് ഈ ഹർജിയിൽ